വെൽക്കം ബാക്ക് ടു ലിവീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി സ്നാക്കാണ്. എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള നല്ല കപ്പ വെച്ചിട്ടുള്ളൊരു വടയാണ്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം ഇത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് നല്ല ഫ്രഷ് കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേണ്ട ഇതേപോലെ കുത്തി അരിയണം. അതിനുശേഷം നമുക്ക് ഇതേണ്ട ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഈ കപ്പയൊന്ന്. വെന്ത കപ്പയുടെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിതേണ്ട ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് നല്ല പഞ്ഞി പോലെ ഒരു തരി പോലും ഇല്ലാതെ ഇതേപോലെ കപ്പ ഉടച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്ത കപ്പയിലോട്ട് നമ്മൾ വേണ്ട ഒരു സവോള അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില ഇത്രയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം. പിന്നെ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല. അതിനുശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മുടെ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി. പിന്നെ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കപ്പ വേവിച്ചതിൻ്റെ നനവ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ജസ്റ്റ് വെള്ളത്തിലൊന്ന് മുക്കിയിട്ടോ അല്ലെങ്കിൽ എണ്ണ ഒന്ന് കൈ തടവിയിട്ട് ലാസ്റ്റ് കുഴച്ചെടുത്താൽ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ടിത് കിട്ടും. ഇതേപോലെ നമ്മൾ നന്നായിട്ടിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈവെള്ളയിൽ ഇച്ചിരി എണ്ണയൊന്ന് തടവിയതിന് ശേഷം നമുക്ക് ചെറിയൊരു ബോൾ എടുക്കുക. ഇതിൽ നിന്ന് ഒരുപാട് വലിയ ബോൾ എടുക്കല് വടയ്ക്ക് വേണ്ടി. ഇപ്പോൾ ഇതിൻ്റെ അകം വേകാതെ കിട്ടും. ചെറിയൊരു മീഡിയം നാരങ്ങ വലുപ്പത്തിലുള്ളൊരു ചെറിയൊരു ബോൾ എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ വട ഉണ്ടാക്കുന്ന പോലെ തന്നെ വേണ്ടി ഇതേപോലെ ചെയ്യുക. കണ്ടല്ലോ, എളുപ്പമാണ്. പക്ഷേ ഇങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമ്മൾ ഇതേപോലെ ഉഴുന്നുവടയൊക്കെ ചെയ്യുന്ന പോലെ നമ്മളിങ്ങനെ അപ്പം തന്നെ ഇട്ടിട്ട് വട എടുക്കുന്നതാണ് എനിക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നിയത്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ മാവും ഇതേപോലെ ആക്കിയെടുക്കാം. കണ്ടല്ലോ, വളരെ ഈസിയാണ്. വലിയ കട്ടിയിൽ ഈ വടക്കുള്ള മാവ് എടുക്കരുത്. അപ്പം അകം വേകാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3-4 എണ്ണം ഇതേപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾ ഇതേപോലൊരു ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്കിതിട്ട് വറുത്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മളിങ്ങനെ റോൾ ചെയ്ത് വെക്കാതെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ മറ്റ് ഉഴുന്നുവടയൊക്കെ ഇടുന്ന പോലെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയത്. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ച് ഇച്ചിരി താമസമൊക്കെ ഉണ്ടെങ്കിൽ പാത്രത്തിലെല്ലാം ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നി. അപ്പോൾ അങ്ങനെ നിങ്ങൾ മാവ് കുഴച്ച് വെക്കുമ്പോൾ ഇച്ചിരി എണ്ണ തടവിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അകം വേഗത്തില്ല. അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ്. ഞാനിത് ഒരുപാട് എണ്ണ ഒഴിച്ച് എന്ന് വെച്ചാൽ ഒരു ഹാഫ് ഇത് മുങ്ങിക്കിടക്കത്തൊക്കെ എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. കണ്ടല്ലോ, ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം, കാരണം ഇത് വേവാൻ ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം നമ്മൾ ഒരെണ്ണം ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് ബാക്കിയെല്ലാം ഒന്ന് വറുത്തെടുത്താൽ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും ഇതെങ്ങനെ ഇതിൻ്റെ വേവൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വടയൊക്കെ അതുകൊണ്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലെ വറുത്തെടുക്കാം. നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒന്ന് എണ്ണ തടവിയിട്ട് ഇതിൻ്റെ ചെറുതായിട്ട് ചെറിയ ബോൾസ് എടുക്കുക. എന്നിട്ട് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ വട ഇട്ട് കൊടുത്താൽ മതി. നേരത്തെ നമ്മളിങ്ങനെ ഇതേപോലെ മോൾഡ് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. ബാക്കി മാവും എല്ലാം നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ചീനി കൊണ്ടുള്ള അടിപൊളി വട റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.